Dear children, welcome back to my channel. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് MCQ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് MCQ കൂടി ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ ഫിഗറിൽ എ ഇത് y, ഇത് 5y. ഇതിലത്തെ എയുടെ വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെയത് കാണാം? നമുക്കറിയാം ഇതൊരു ലൈനാണ്. ഇത് 5y, ഇത് y. ഇത് ഒരു ലൈനിലുള്ള ഈ ആംഗിൾ, ഈ ലൈനിലുള്ള ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആംഗിൾസാണ്. ഈ ലൈനിലുള്ള ആംഗിൾ 180 ആയിരിക്കും. ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുക. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 5y + y = 180 ആണ്. അപ്പോൾ 5yയും yയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 6y എന്ന് കിട്ടും. 6y = 180 എന്ന് കിട്ടും. അപ്പോൾ y = 180/6. അപ്പോൾ എത്ര കിട്ടുക? 6 18ൽ 3 ടൈംസ് പിന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 30 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ 30 ആണെങ്കിൽ ഇത് രണ്ടും പിന്നെ രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എയും വൈയും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ y 30 ആണെങ്കിൽ എയും എന്ത് തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും. അപ്പോൾ ഇതിവിടുത്തെ എയുടെ വാല്യൂ 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് x = 30 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെന്താണ് എക്സും വൈയും ഒക്കെ? ഇത് ഒരു ലൈൻ, ഇതിൽ ഈ പോയിന്റിലുള്ള വേറൊരു ലൈൻ റേ ആണ്. അപ്പോൾ ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആംഗിൾസാണ്. ഈ രണ്ട് ഈ ആംഗിൾസുകളുടെ സമ്മ് 180 ആയിരിക്കും. ഈ രണ്ട് അല്ലെങ്കിലും ഒരു ലൈനിൽ ഇപ്പോൾ 2-3 ആംഗിൾ ഒരു പോയിന്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടി സമ്മ് 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 3yയും 2xും കൂടി സമ്മ് ചെയ്താൽ 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3y + 2 × 30, എക്സിന് പകരം 30 എന്ന് കൊടുത്തു, = 180. അപ്പോൾ 3y + 2 × 30 എന്ന് പറഞ്ഞാൽ 60 = 180. അപ്പോൾ 3y = 60 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 180 - 60. അപ്പോൾ 3y = നമുക്ക് എന്ത് കിട്ടും? 180 ന്ന് 60 മൈനസ് ചെയ്താൽ 120. അപ്പോൾ y = 120. ഈ 3 വരുമ്പോൾ 120/3. ഇനി 3 12ൽ 4 ടൈംസ് പോവും, 0 ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ നമുക്ക് കിട്ടുക? 40. y = 40. വൈയുടെ വാല്യൂ തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ എന്താ കിട്ടുക? 40. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇതൊക്കെ ഫിഗറുകളാണ്. അത് കണ്ടിട്ട് നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കും. ഫൈൻഡ് ആംഗിൾ EOB. ഏതാ ആംഗിൾ EOB? ഇതാണ് EOB. ഈ വലിയ ആംഗിൾ, ഈ രണ്ട് ആംഗിളുകളും കൂടിയ ഇത് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആംഗിളുകൾ എങ്ങനെ തന്നുള്ളത്? ഇത് 6x ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 8x ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 4x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലൈനിലുള്ള 3 ആംഗിളുകളായിട്ടാണിത്. ഈ ലൈനിലാണ് ഈ 3 ആംഗിളുകൾ ഒരേ പോയിന്റ് എന്നാണ് പോയിട്ടുള്ളത്. ഒരേ വെർട്ടെക്സ് ആണ്. ഈ ആംഗിളുകൾക്കൊക്കെ ഒരേ വെർട്ടെക്സ് ആണ്. അപ്പോൾ ഈ ഒരേ വെർട്ടെക്സ് ഉള്ള ഈ 3 ആംഗിളുകളും ഒരു ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 3 ആംഗിളുകളുടെ കൂടി സമ്മ് 180 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് എഴുതാം 6xും 8xും 4xും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുക. അപ്പോൾ ഇത് എത്ര കിട്ടുക? 6ഉം 4ഉം 10, 18x എന്ന് കിട്ടും. 18x എന്ന് പറഞ്ഞാൽ 180. അപ്പോൾ x = എത്ര കിട്ടുക? 180/18. അപ്പോൾ ഈ 18ഉം കട്ടായി 100. അപ്പോൾ 10 ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 10 കിട്ടുക. എക്സിൻ്റെ വാല്യൂ 10 കിട്ടുക. എക്സിൻ്റെ വാല്യൂ 10. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് EOB. ഏതാ EOB? ഇതാണ് EOB. അപ്പോൾ നമ്മൾ ഈ 8xും 4xും കൂടി ചേർന്നതാണ് EOB. 8xും 4xും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 12x എന്ന് കിട്ടുക. 8ഉം 4ഉം കൂടി 12x എന്ന് കിട്ടുക. 12x ആണ് കണ്ടത് നമ്മൾ. = എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയത്. അപ്പോൾ 12 × എക്സിൻ്റെ വാല്യൂ 10. അപ്പോൾ എത്ര കിട്ടുക? 12 × 10 120. അപ്പോൾ ഈ 8xും 4xും കൂടിയ ആംഗിളാണ് EOB. EOBയുടെ വാല്യൂ എത്ര കിട്ടുക? 120. ഇനി അടുത്തത് ഫൈൻഡ് x. ഇവിടെ ഈ ആംഗിൾ 130, ഈ ആംഗിൾ 100, ഇത് x.
അപ്പോൾ ഈ 130 എന്ന് പറയുന്ന ആംഗിള് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമില്ല വെച്ചാൽ ഇവിടെ ഒരു എക്സ്റ്റീരിയർ, ഈ ലൈനിലൊരു എക്സ്റ്റീരിയർ ആണ്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇത് ഒരു ആംഗിൾ, ഇത് അടുത്ത ആംഗിൾ, ഇത് രണ്ടും ഒരു ലൈനിലുള്ള ആംഗിളാണ്. ഇത് രണ്ടും കൂടി സം ചെയ്താൽ 180 ആയിരിക്കും. അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യാം. ഈ ആംഗിളും കൂടി സം ചെയ്താൽ 180 ആയിരിക്കും. അങ്ങനെ ഏത് രീതി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് 130 ആണ്. ഇത് രണ്ടും കൂടി എത്രയാണ് കിട്ടുക? ഇത് 130 ഉണ്ട്, ഇതും കൂടി ആകുമ്പോൾ 180 കിട്ടുന്നത്. 180 നിന്ന് 130 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 50. ഈ ആംഗിൾ 50 എന്ന് കിട്ടും. ഈ ആംഗിൾ 50 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ആംഗിൾ എത്ര കിട്ടും? ഇത് 100 ആണ്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 180 കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടുക? 80 കിട്ടും. ഇത് 50 കിട്ടും, ഇത് 80 കിട്ടും. ഇനി എന്തായി? ഇനി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ 3 ആംഗിളും കൂടി സം ചെയ്ത് എത്ര കിട്ടേണ്ടത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി സം ചെയ്താൽ 180 കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? 80 + 50 + എക്സ് ഈക്വൽ ടു 180 കിട്ടേണ്ടത്. 80 + 50 എത്ര കിട്ടുക? 130. 130 + എക്സ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടുക? 180 - 130. അപ്പോൾ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. 180 നിന്ന് 130 മൈനസ് ചെയ്താൽ 50 എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 50. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. ഇനി അടുത്തത് ഫൈൻഡ് എക്സ്. ഇവിടെ ഏതാ എക്സ്? ഈ ആംഗിൾ 120, ഇതാണ് എക്സ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 110, ഇത് 35. ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. പിന്നെ വേറൊരു കാര്യം ഇതിൽ എന്താ ഉള്ളത്? ഇതൊരു ലൈൻ, ഇതൊരു ലൈൻ. ഈ രണ്ട് ലൈനും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ നിയമം അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലത്തെ ഈ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കാം. ഇത് 110 ഉണ്ട്, ഇത് 35 ഉണ്ട്. ഇതൊരു ട്രയാങ്കിളാണ്. ഈ 3 ആംഗിളും കൂടി 180 കിട്ടേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 110 ഉണ്ട്, ഇത് 35 ഉണ്ട്. രണ്ടും 110ഉം 35ഉം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 145 എന്ന് കിട്ടും. 140 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 145 എന്ന് കിട്ടും. ഇത് 3 എണ്ണം കൂടി ആകുമ്പോൾ എത്ര കിട്ടുക? 180 കിട്ടുന്നത്. അപ്പോൾ 180 നിന്ന് 145 മൈനസ് ചെയ്യുക. 180 മൈനസ് 145. അപ്പോൾ എത്ര കിട്ടുക? 180 നിന്ന് 145 മൈനസ് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 7 ഉള്ളൂ. 7 നിന്ന് 4 മൈനസ് ചെയ്താൽ 3, 35 എന്നാണ് കിട്ടുക. അപ്പോൾ 35 ഏത് ആംഗിൾ? അപ്പോൾ നമുക്ക് 35 കിട്ടി. ഇതാണ് 35 കിട്ടി. ഇത് 35 ആണെങ്കിൽ ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇതും ഇതും. ഇത് 35 ആണെങ്കിൽ ഇതും 35 ആയിരിക്കും. ഇപ്പം നോക്കിയേ, ഇത് 120, ഇത് 35. അപ്പോൾ എക്സ് കണ്ടുപിടിച്ചൂടെ? 120ഉം 35ഉം കൂടി സം ചെയ്ത് എത്ര കിട്ടുക? 155. 155 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 155 എന്ന് കിട്ടും. 155ഉം ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഇതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ 180 നിന്ന് 155 മൈനസ് ചെയ്യാം. 180 മൈനസ് 155 എത്ര കിട്ടുക? 5, 25. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 25. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ AB പാരലൽ ടു CD. ഏതാ AB? ഇതൊരു AB എന്ന് പറഞ്ഞ ലൈൻ, ഇതൊരു CD എന്ന് പറഞ്ഞ ലൈൻ. ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ഇനി ഏതൊക്കെ? APQ 50, APQ ഇത് 50 ആൻഡ് PRD ഇത് 117. ഇനി ഫൈൻഡ് y മൈനസ് എക്സ്. വൈയും എക്സും ഒന്നുമല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ y മൈനസ് ആംഗിൾ എക്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സും വൈയും കണ്ടുപിടിക്കണം ആദ്യം. എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കുക? ഇത് വെച്ചിട്ട് നമുക്ക് ഇത് 117 ഉണ്ട്. ഇത് രണ്ടും കൂടി ആംഗിൾ എത്രയുണ്ട്? 180 ഉണ്ടാവും. അപ്പോൾ 180 നിന്ന് 117 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 180 മൈനസ് 117. അപ്പോൾ 3, ഇവിടെ 7 ഉള്ളൂ. 7 നിന്ന് 1 മൈനസ് പോയാൽ 6, 63 എന്ന് കിട്ടും. ഏതാ 63 എന്ന് പറഞ്ഞ ആംഗിൾ? ഇതാണ് 63 എന്ന് പറഞ്ഞ ആംഗിൾ. 63. ഇത് രണ്ടും കൂടി 180 കിട്ടണോണ്ട് ഇത് 63 കിട്ടി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കാൻ പറ്റുക? ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്നത്
ഇത് ഈ ആംഗിളും അതായത് ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇത് ട്രാൻസ്വേഴ്സലുമാണ്. ഈ പി ക്യു എന്ന് പറയുന്നത് ABCD എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഒരു ട്രാൻസ്വേഴ്സലാണ് പി ക്യു. ആ പി ക്യു പിയിലും ക്യൂവിലും ഈ ലൈനുകളെ കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിളുകൾ ഈ 50 എന്ന് പറഞ്ഞ ആംഗിളും എക്സ് എന്ന് പറഞ്ഞ ആംഗിളും ഈക്വലാണ്. ഇതിനെ നമ്മൾ എന്താ പറയുക? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ 50യും ഈ എക്സും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഈ ട്രാൻസ്വേഴ്സലിൻ്റെ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് നമ്മൾ പഠിച്ചുള്ളത്? ഈക്വലാണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? അപ്പോൾ ഇതും 50 തന്നെ ഉണ്ടാവുക. ഇവിടെയും 50 ഉണ്ടാവും. ഇത് 63 കിട്ടി. ഇനി വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇനി വൈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വഴി? ഒന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈ രണ്ട് കാര്യത്തിൽ കണ്ടുപിടിക്കാം. 117നും ഈ രണ്ട് ആംഗിളും, ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ എക്സ്റ്റീരിയർ ആംഗിളും ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 117 50 മൈനസ് ചെയ്താൽ ഇത് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3 ആംഗിളുകളും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50ന് 63 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 113 എന്ന് കിട്ടും. അപ്പോൾ അതിന്ന് 180 ഇത് മൈനസ് ചെയ്താലും മതി. അങ്ങനെയായാലും മതി. അതല്ലെങ്കിൽ ഇത് മൈനസ് ചെയ്ത് എങ്ങനെയായാലും കണ്ടുപിടിക്കാം. ഇത് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി സം ചെയ്ത് പിന്നെ 180 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ ചെയ്യാം. ഇത് 170, ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എക്സ് പ്ലസ് വൈ. അതായത് ഈ ആംഗിളും കൂടി സം ചെയ്യണതിന് ഈക്വലാണ് ഏത്? ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അത് നമ്മൾ പഠിച്ചതാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു നമ്മളൊരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് എത്ര കിട്ടുക? 50 പ്ലസ് വൈ ഈക്വൽ ടു 117. അപ്പോൾ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 117 മൈനസ് 50. 117 നിന്ന് 50 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 7. ഇവിടെ 11 നിന്ന് 67 കിട്ടും. 67 കിട്ടും. അപ്പോൾ വൈ എത്ര കിട്ടിയേ? 67. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ വൈ മൈനസ് ആംഗിൾ എക്സ്. വൈ 67 ആണ്. പിന്നെ എക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 50 ആണ്. അപ്പോൾ 67 നിന്ന് 15 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 17 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? 70. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതാണ്. ഇൻ ഫിഗർ ആംഗിൾ 1 is equal to ആംഗിൾ 2. ഇതാണ് ആംഗിൾ 1, ഇതാണ് ആംഗിൾ 2. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 4. ഈ ആംഗിൾ 3യും ആംഗിൾ 4ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ഈക്വലാണ്. അപ്പോൾ ആംഗിൾ 1ഉം പിന്നെ ഏതാ ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എടുക്കാം. 2x കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എക്സ് കൊടുക്കാം, ഇത് എക്സ് കൊടുക്കാം. അപ്പോൾ എത്രയായി കിട്ടുക? എക്സ് പ്ലസ് എക്സ് രണ്ടും ഈക്വൽ ആണല്ലോ, പ്ലസ് 50. ഇത് ഈ ആംഗിൾ 50 ആണ്. അപ്പോൾ 3 ആംഗിളുകളും കൂടി ഇതൊരു ട്രയാങ്കിളാണ്. 3 ആംഗിളുകളും കൂടി സം ചെയ്താൽ 180 നമുക്ക് കിട്ടും. ഇത് എക്സ് എന്ന് എടുത്തു. കാരണം എന്താ വെച്ചാൽ 1 = 2 ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടിനും എക്സ് എന്ന് കൊടുത്തത്. അപ്പോൾ എക്സ് പ്ലസ് ഈ 50 is equal to 180. എക്സ് പ്ലസ് എക്സ് എത്ര കിട്ടുക? 2x. 2x പ്ലസ് 50 is equal to 180. അപ്പോൾ 2x is equal to 50 അപ്പുറത്ത് പോകുമ്പോൾ 180 മൈനസ് 50 എത്ര കിട്ടുക? അപ്പോൾ 130 എന്ന് കിട്ടും. അപ്പോൾ എക്സ് is equal to എന്ത് കിട്ടും? 130 ഡിവൈഡഡ് ബൈ 2. 130 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 65 കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം നമുക്ക് എത്ര കിട്ടി? 65 എന്ന് കിട്ടി. ഇതും 65, ഇത് രണ്ട് 65. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാ? 3ഉം 4ഉം. അപ്പോൾ ഇത് 65 ആണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് സമ്മും കൂടി എത്ര കിട്ടും? ഈ 1 എന്ന് പറഞ്ഞ ആംഗിളും 3 എന്ന് പറഞ്ഞ ആംഗിളും ഒരു ലൈനിലുള്ള രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 3ഉം കൂടി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ആംഗിൾ 1 എന്ന് പറയുന്നത് 65 അല്ല കിട്ടിയത്. 65ഉം ആംഗിൾ 3ഉം കൂടി ആയ 180 കിട്ടും. അപ്പോൾ ആംഗിൾ 3 എത്രയാ? 180 മൈനസ് 65. 180 65 മൈനസ് ചെയ്ത് എത്ര കിട്ടുക? 65. 5 ഇവിടെ 7 1 15 പിന്നെ 1. അപ്പോൾ എത്ര കിട്ടും? 115 കിട്ടും. അപ്പോൾ ആംഗിൾ 3 എത്ര കിട്ടുക നമുക്ക്? 115 കിട്ടും. ആംഗിൾ 3 is equal to 115. ആംഗിൾ 4ഉം അത് തന്നെയാണ്. ഇത് 65 ആണ്. അപ്പോൾ അത് 115 കിട്ടി. ഇനി ഈ രണ്ട് ആംഗിളും കൂടി ഇതുപോലെ 180 ആണ്. ഇത് 65 ആണെങ്കിൽ ഇത് എത്രയാണ് കിട്ടുക? 150. രണ്ട് സെയിം ആണ്. ഈ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം സെയിം ആണെങ്കിൽ ആംഗിൾ 3 ആംഗിൾ 4ഉം സെയിം ആയിരിക്കും. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ? 115.
അതാണ് നമ്മുടെ ആൻസർ. 18th ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ എം പാരലൽ ടു എൻ, അതായത് ഇത് എം, ഇത് എൻ, ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ 1:2 ആംഗിൾ 2 ഈക്വൽ ടു 1:2. ഇതാണ് ആംഗിൾ 1, ഇതാണ് ആംഗിൾ 2. ഈ രണ്ട് ആംഗിളും തമ്മിലുള്ള റേഷ്യോ ആണ് 1:2. നമ്മളിങ്ങനെ ഈസ് ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതുക? ആംഗിൾ 1നെ എക്സ് എന്നും കൊടുക്കും, എക്സ് എന്ന് പറഞ്ഞാൽ 1x. ആംഗിൾ 2നെ 2x എന്നും കൊടുക്കും. നമ്മൾ 1:2 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുക 1x 2x 1:2. അപ്പോൾ ഇത് 1xും ഇത് 2xും. ഇനി എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കാണേണ്ടത് ആംഗിൾ 8 ആണ്. വേറെ ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല, ആംഗിൾ 8ൻ്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 പാരലൽ ലൈൻസ്, ഇത് ട്രാൻസ്വേഴ്സൽ, ഇങ്ങനെ 8 ആംഗിൾസ് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ, അതായത് 1ഉം 5ഉം ഈക്വൽ, 4ഉം 8ഉം ഈക്വൽ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് 3ഉം 6ഉം 180, 4ഉം 5ഉം 180, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താ ചോദിച്ചാൽ, ഈ 1ഉം 2ഉം ഈ എം എന്ന് പറഞ്ഞ ലൈനിലുള്ള ആംഗിളാണ്. അപ്പോൾ 1ഉം 2ഉം കൂടി ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടുക. അപ്പോൾ 1xും 2xും 1x പ്ലസ് 2x ഈക്വൽ ടു 180 കിട്ടും. അപ്പോൾ 1xും 3x ഈക്വൽ ടു 180. അപ്പോൾ x ഈക്വൽ ടു 180/3. അപ്പോൾ എത്ര കിട്ടുക? 6 ടൈംസ് പോവും, 60 എന്ന് കിട്ടും. x ഈക്വൽ ടു 60 എന്ന് കിട്ടും. അപ്പോൾ ഇത് 60 ആണ്, ഇത് എക്സും ഇത് 2xും അല്ലേ നമ്മൾ എടുത്തുള്ളത്, ഇത് 120 ആണ്. 1 എന്ന് പറഞ്ഞ ആംഗിൾ 60 എന്നും കിട്ടി, 2 എന്ന് പറഞ്ഞ ആംഗിൾ 120യും കിട്ടി. ഇനി 8 ആണ് എങ്ങനെ കണ്ടുപിടിക്കുക? 8 എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ 8ഉം 1ഉം അല്ലെങ്കിൽ 8ഉം 2ഉം തമ്മിലൊരു ബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു ആംഗിൾ കൂടി കണ്ടുപിടിക്കേണ്ടി വരും. ഈ 1ന് കറസ്പോണ്ടിങ് ആംഗിളാണ് 5, അതായത് ഈ ലൈനിൻ്റെ മുകളിലുള്ള ആംഗിളാണ് 1, ഈ ലൈനിൻ്റെ മുകളിലുള്ള ആംഗിളാണ് 5. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഈ 5 എന്ന് പറഞ്ഞ ആംഗിളും 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഈ 8 എത്രയായിരിക്കും? ഇത് രണ്ടും ഒരു ലൈനിലുള്ള ആംഗിളാണ്. ഇത് രണ്ടും കൂടി 5ഉം 8ഉം കൂടി 180 ആയിരിക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180. ആംഗിൾ 5ഉം ആംഗിൾ 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുക. 5 എത്രയപ്പോൾ നമ്മൾ എഴുതിയത്? ഇത് 1 60 ആയ കാരണം 5ഉം 60 ആണ്. അപ്പോൾ 60 പ്ലസ് ആംഗിൾ 8 ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ 8 ഈക്വൽ ടു 180 മൈനസ് 60. അപ്പോൾ എത്ര കിട്ടുക? 120 എന്ന് ആൻസർ കിട്ടുക. അപ്പോൾ ആംഗിൾ 8 എത്ര കിട്ടുക? 120 എന്നാണ് എൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് ഡാഷ് പോയിൻറ്റ്. എന്താ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണത്? ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 ലൈനിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയും. അത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. 2 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് ഡാഷ് പോയിൻറ്റ് 1, 2 നോട്ട് ഇൻ്റർസെക്റ്റ് 3. അതായത് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈനാണ്. അപ്പോൾ പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇനി ഇതിലെന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ എ ബി പാരലൽ ടു സി ഡി ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. ഈ എ ബി സി ഡി പാരലലാണ്. ഈ ആംഗിള് എക്സ് പ്ലസ് 45 ആണ്. ഈ ആംഗിൾ 3x പ്ലസ് 15 ആണ്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ട്. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ലൈൻസ്, ഇതൊരു ട്രാൻസ്വേഴ്സൽ. ഈ 2 ആംഗിൾസിന് നമ്മൾ എന്താ വിളിക്കുക? കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ്, അല്ലെങ്കിൽ ആംഗിൾസ് ഇൻ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ 2 ആംഗിളിന് ഈ 2 ആംഗിളിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ, ഈ 2 ആംഗിളും കൂടി സം ചെയ്താൽ 180 കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 2 ആംഗിളിൻ്റെയും കൂടി സം എത്രയാ? 180 കിട്ടുമെന്ന് പഠിച്ചു. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുന്നത്? എക്സ് പ്ലസ് 45 പ്ലസ് 3x പ്ലസ് 15. ഈ 2 ആംഗിളിൻ്റെയും വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 180 കിട്ടുന്നു ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത് എക്സ് ഉണ്ട്, ഇത് 3x ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ 4x ആയി. ഇത് 45 ഉണ്ട്, ഇത് 15 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും, ഈക്വൽ ടു 180. അപ്പോൾ 4x ഇസ് ഈക്വൽ ടു 180 മൈനസ് 60. അപ്പോൾ എത്ര കിട്ടുക? 180 60 പോയാൽ 120. അപ്പോൾ 4x ഇസ് ഈക്വൽ ടു 120 കിട്ടും. അപ്പോൾ x ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക?
120 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 4 12ൽ 3 ടൈംസ് ഒരു 0 ഉള്ളു. അപ്പോൾ 30 എന്നാണ് കിട്ടുക. എക്സിൻ്റെ വാല്യൂ ഇല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 30 എന്ന് കിട്ടും. ഇനി ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് എക്സ് ഡിഗ്രി ഈസ്. ഇതിൻ്റെ ഇതിലേതാ എക്സ്? ഇത് 120 ആണ്, ഇത് 55 ആണ്, ഇതാണ് എക്സ്. അപ്പോൾ ഈ 120യുടെ പ്രത്യേകത എന്താ? ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ നീട്ടിയിട്ടുള്ള ആംഗിൾ അത്. ഇതിനെ എന്താ ആംഗിൾ എന്ന് വിളിക്കുക? എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഈ എക്സ്റ്റീരിയർ ആംഗിൾസും ഇതിൻ്റെ അടുത്തുള്ളതല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ എക്സും 55ഉം കൂടി സം ചെയ്താൽ ഈക്വൽ ടു 120 ആയിരിക്കും. ഈ 120 അല്ലെങ്കിൽ എക്സ് പ്ലസ് 55 ഈക്വൽ ടു 120. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുത്താൽ ഈക്വൽ ടു ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 120 മൈനസ് 55. 120ന്ന് 55 മൈനസ് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 11 ഉള്ളൂ. 11ന്ന് 5 മൈനസ് ചെയ്താൽ 65 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 65. അത് ഏതിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ അല്ലേ കാണാണ്ടോ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 65 എന്നാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ്, 2 സപ്ലിമെൻ്ററി ആംഗിൾസ് ഡിഫർ ബൈ 28 ഡിഗ്രി. ദ ആംഗിൾസ് ആർ. ആംഗിൾസ് ഏതൊക്കെ? 2 സപ്ലിമെൻ്ററി. എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? 2 ആംഗിളുകളുടെ സമ്മ് 180 ആവണം. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 2 ആംഗിളുകളുടെ സമ്മ് 90 ആവണം. ഇവിടെ സപ്ലിമെൻ്ററി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ആംഗിളുകളും തമ്മിലുള്ള ഡിഫറൻസ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ്. 2 സപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഡിഫർ ബൈ 28. അപ്പോൾ ഒരു ആംഗിൾ എക്സ് എന്ന് എടുത്താൽ അടുത്ത ആംഗിൾ എത്ര പറയുക? എക്സ് പ്ലസ് 28 ആയിരിക്കും. ഒരു ആംഗിൾ എക്സും മറ്റതും തമ്മിലുള്ള ഡിഫറൻസ് 28 എന്നല്ലേ പറഞ്ഞു. ഒന്ന് എക്സ് എടുത്താൽ അടുത്തത് എക്സ് പ്ലസ് 28. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ്, 2 സപ്ലിമെൻ്ററി ആംഗിൾസ് അല്ലേ, ഇത് രണ്ടും കൂടി സം ചെയ്ത് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 28 ഈക്വൽ ടു 180. 2x ഇസ് ഈക്വൽ ടു 180 മൈനസ് 28. അപ്പോൾ എത്ര കിട്ടുക? 180ന്ന് 28 മൈനസ് ചെയ്താൽ 2, ഇവിടെ 7 ആണ്. 7ന്ന് 2 പോയാൽ 5, 152. 2x ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 152 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടുക? 40. 7 ടൈംസ് 76 എന്നാണ് കിട്ടുക. ഇതിൽ 14ൽ 2 7 പ്രാവശ്യം പോവും. പിന്നെ റിമൈൻഡർ 1 ഉണ്ട്, അതിങ്ങോട്ട് പോകുമ്പോൾ 12ൽ 2 6 76 എന്നാണ് കിട്ടുക. നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? എക്സ് എന്തായിരുന്നു? സപ്ലിമെൻ്ററി ആംഗിൾസ്, 2 ആംഗിളും കണ്ടുപിടിക്കണം. ഒരു ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് എടുത്തത്. അപ്പോൾ എക്സ് എത്രയായിരുന്നു? 76. അടുത്ത ആംഗിളിനെ നമ്മൾ എത്ര എടുത്തുള്ളത്? എക്സ് പ്ലസ് 28 എന്ന് എടുത്തുള്ളൂ. ഒരു ആംഗിൾ എക്സ് എന്നും ഒരു ആംഗിൾ എക്സ് പ്ലസ് 28 എന്നല്ലേ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതല്ലേ പറഞ്ഞത്. അപ്പോൾ അടുത്തത് എക്സ് പ്ലസ് 28 കാണാൻ എന്താ ചെയ്യുക? 76ൻ്റെ കൂടെ 28 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുക? 76 28. അപ്പോൾ 8ഉം 14 റിമൈൻഡർ 1 104 104 എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിള് 76ഉം അടുത്ത ആംഗിള് 104. അതേതാ? 76 104. ഇതാണ് ആൻസർ. ഇനി ഇൻ ഫിഗർ എ ഒ ബി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഫിഗറിൽ എ ഒ ബി ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ സി ഒ ഡി ഈസി. സി ഒ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സി, ഇത് ഒ, ഇത് ഡി. ഈ ആംഗിൾ, ഈ ചെറിയ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഈ ലൈനിൽ ഒരേ വെർട്ടെക്സ് എന്ന് പോയിട്ടുള്ള 3 ആംഗിളുകളാണിത്. ഇതിനെ ഈ 3 ആംഗിളുകളുടെയും വെർട്ടെക്സ് ഇതാണ്. അപ്പോൾ ഈ 3 ആംഗിളുകളും കൂടി സം ചെയ്ത ഒരു ലൈനിലുള്ള 3 ആംഗിളുകളാണ്. ഈ ആംഗിളുകൾ സം ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 180 കിട്ടണം. അപ്പോൾ എത്ര കിട്ടുക? അത് ഏതൊക്കെ എഴുതിയുള്ളത്? 2x പ്ലസ് 20 പ്ലസ് 2x മൈനസ് 20 പ്ലസ് 60. ഇത് 2x പ്ലസ് 20, ഇത് 2x മൈനസ് 20, ഇത് 60. അതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഇതിൽ പ്ലസ് 20 മൈനസ് 20 ക്യാൻസൽ ആയി പോകും.
2xും 2xും കൂടി ആകുമ്പോൾ 4x പ്ലസ് ഈക്വൽ ടു 180. അപ്പോൾ 4x ഈക്വൽ ടു 180 മൈനസ് 60. അപ്പോൾ എത്ര കിട്ടുക? 120. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 120/4. 4 12ൽ 3 ടൈംസ്. അപ്പോൾ 30 എന്ന് കിട്ടും. എക്സ് 30 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ? ആംഗിൾ COD. COD എന്ന് പറഞ്ഞാൽ എന്താ? 2x മൈനസ് 20 ആണ്. അപ്പോൾ 2x മൈനസ് 20 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ എത്ര കിട്ടിയത്? 30. അപ്പോൾ 2 ഇൻറ്റു 30 മൈനസ് 20. 2 ഇൻറ്റു 30 എത്ര കിട്ടുക? 60 മൈനസ് 20. അപ്പോൾ എത്ര കിട്ടുക? 40. അപ്പോൾ ആൻസർ 40. ഇതാണ് എൻ്റെ ആൻസർ വരെ. ആൻസർ 40. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് two interior angles on the same side of transversal intersecting two parallel lines are the ratio 2:3. രണ്ട് ലൈനുകൾ പാരലൽ ലൈൻസിനെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യണം, ഒരു ട്രാൻസ്വേഴ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഡൗൺ 2 ആംഗിൾസ്. എവിടുത്തെ ആംഗിൾസ്? സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്നാണ് ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലുള്ള ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നുള്ളത് 2ഉം 3ഉം. അപ്പോൾ ഇത് 2x എന്ന് എടുക്കും, ഇത് 3x എന്ന് എടുക്കും. 2:3 എന്ന് പറഞ്ഞ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ 2x 3x എന്ന് എടുക്കും. ദെൻ ഗ്രേറ്റർ ഓഫ് ദ 2, ഇതിലത്തെ ഗ്രേറ്റർ ആംഗിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ രണ്ട് ആംഗിൾ എൻ്റെ പ്രത്യേകത ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിൾ, ഇതിനെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് 180 വരിക. അപ്പോൾ 2x പ്ലസ് 3x ഈക്വൽ ടു 180. അപ്പോൾ 5x ഈക്വൽ ടു 180. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 180/5. അപ്പോൾ എത്ര കിട്ടുക? 5ഉം 3 ടൈംസ് ഇവിടെ റിമൈൻ 30. 30ൽ 5 6 ടൈംസ് 36 എന്നാണ് കിട്ടുക. 36 ഡിഗ്രി. എക്സ് 30. ഇനി എന്താ കണ്ടത്? ദ ഗ്രേറ്റർ ഓഫ് ദ 2 ആംഗിൾസ്. ഗ്രേറ്റർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ 3 എന്ന് പറഞ്ഞ റേഷ്യോ ഉള്ളത്. ഇത് നമ്മൾ എത്ര എടുത്തുള്ളത്? 3x എന്നാണ് എടുത്തുള്ളത്. ഇവിടെ എക്സ് എത്ര നമുക്ക് കിട്ടിയത്? 36 അല്ലേ കിട്ടിയത്? 36 ഇൻറ്റു 3. 36 ഇൻറ്റു 3 എത്രയാ? 10. 108. അപ്പോൾ 108 ആണ് ആൻസർ വരിക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ AB പാരലൽ ടു CD. ഇതാണ് AB, ഇതാണ് CD. ദ മെഷേഴ്സ് ഓഫ് E. ഈ ആംഗിളെ കണ്ടുപിടിക്കേണ്ടത്. ഇയുടെ ആംഗിൾ, ഇ എന്ന് പറഞ്ഞ ആംഗിൾ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ച ഒരു കാര്യങ്ങളും ഉപയോഗിച്ച് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ ചെയ്യുക വെച്ചാൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം. ഇയിൽ കൂടെ നമ്മളിങ്ങനെ ഒരു പാരലൽ ലൈൻസ് വരയ്ക്കും. ഇതാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കും. ഈ ഇയിൽ കൂടെ വരയ്ക്കണ ഈ പാരലൽ ലൈൻസ് AB-ക്കും CD-ക്കും പാരലലായിട്ട്, ഇത് രണ്ടും പാരലലാണ്. അതിന് പാരലലായിട്ടുള്ള ഒരു ലൈനാണ് ഈ ഇയിൽ കൂടെ വരച്ചത്. അപ്പോൾ ഇതൊരു അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയ വെച്ചാൽ ഇതൊരു പാരലൽ ലൈനാണ്, ഇതൊരു അതിന് പാരലായിട്ടുള്ള ലൈനാണ്. അതിൻ്റെ ട്രാൻസ്വേഴ്സലാണ് ഇത്. ഇത് ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ ഈ ആംഗിൾ 130 ആകുമ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടാം? ഇതൊരു ലൈൻ, ഇത് പാരലൽ ലൈൻ, ഇത് അതിൻ്റെ ട്രാൻസ്വേഴ്സൽ. ഇത് ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള രണ്ട് ആംഗിൾസാണ്. അപ്പോൾ ഈ പകുതി ആംഗിൾ ഉള്ളൂ കേട്ടോ, മുഴുവനില്ല. ഈ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പകുതിയുടെ ഉള്ളൂ, പകുതിയല്ല ഈ ആംഗിൾ. അപ്പോൾ ഇതും കൂടി 180 ഉണ്ടാവേണ്ടത്. ഇത് 130 ആണ്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് 50 ഉണ്ടാവുക. നല്ലത് രണ്ടും കൂടി ആകുമ്പോൾ 180 ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ലൈൻ, അതിന് പാരലലായിട്ടുള്ള ലൈൻ തന്നെയാണ് ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്വേഴ്സലാണ് ഇത്. ആ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലാണ് ഈ രണ്ട് ആംഗിൾസും. ഈ ലൈനിൻ്റെ അടിയിലുള്ള ആംഗിൾ അത് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി 180 ഉണ്ടാവേണ്ടത്. ഇത് 110 ഉണ്ട്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് 70. എന്നാലല്ലേ 70 110 കൂടി 180 ആവുള്ളൂ. അപ്പോൾ ഈ ഭാഗം 70 കിട്ടും, ഈ ഭാഗം 50 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ ഇ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഉണ്ടാവും? 70 + 50. 70 + 50 എത്രയാണ്? 130 വരിക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണതാണ് ഈ ആംഗിൾ ഉണ്ടാവും. അപ്പോൾ എത്ര ആൻസർ ഉണ്ടാവും? ആംഗിൾ ഇയുടെ വാല്യൂ എത്ര കിട്ടുക? 130. അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.